ഓ, ഈ ഹെർബൽ ടീ കുടിക്കുമ്പോൾ എന്നാ സുഖമെന്നറിയോ? ഈ മഴക്കാലത്തും കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനൊരു ഹെർബൽ ടീ കുടിച്ചാൽ നമ്മുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ എരിവും പുളിയും ഒക്കെ ഇങ്ങനെ ചൂടോടുകൂടി ഇറങ്ങിപ്പോകുന്ന അറിയാൻ പറ്റും. അപ്പം കുടിക്കട്ടെ ബാക്കിയും കൂടെ. Hi everyone, I am Anjana. Welcome to our channel Alex Anjana Foodie Lifestyle. Today I am going to prepare an immunity drink which can boost up our health during this lockdown period. It's a herbal drink. You can store it in a flask and you can sip it throughout the day. We got this recipe from a dear friend of Alex who is running an Ayurvedic resort here in Trivandrum. Please follow the English subtitles given in the video. Enjoy cooking. ഈ ഹെർബൽ ടീ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണാം. ഞാനിവിടെ ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള പീസ് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നാരങ്ങയുടെ പകുതിയില്ല, ഒരു ചെറിയൊരു കഷ്ണം. പിന്നെ 6 ഉണക്ക മുന്തിരിങ്ങ അത് എടുത്തിട്ടുണ്ട്. പിന്നെ തുളസി ഇല, സിനമൺ പൗഡർ അതായത് പട്ട പൊടിച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് വേണ്ടത്. പിന്നെ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 വലിയ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ്. ചൂടായി തുടങ്ങിയിട്ട് നമുക്കിതെല്ലാം ചേർക്കാം. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ചേർക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇഞ്ചിയൊക്കെ ഉള്ളി ചെല്ലുമ്പോൾ നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മഞ്ഞൾ, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് ഞാൻ 1 നുള്ള്, അതിനേക്കാൾ അല്പം കൂടെ വേണമെങ്കിൽ ഇടാം. പിന്നെ കുരുമുളക് പൊടി, അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം. ഒരുപാട് എരിവ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ റൈസിൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് 6 എണ്ണം. റൈസിൻസിൽ വൈറ്റമിൻ സി വളരെയധികം ഉണ്ട്. പിന്നെ തുളസിയുടെ ഇല 5-6 എണ്ണം. നല്ലപോലെ തിളയ്ക്കണം. പിന്നെ സിനമൺ പൗഡർ, അത് ഞാൻ 1 നുള്ള് ചേർത്ത് കൊടുക്കുകയാണ്, ഒരുപാട് വേണ്ട. സിനമൺ പൗഡറുമൊക്കെ നമുക്ക് ഈ സോർ ത്രോട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, കഫം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. പട്ടയുടെ പൊടിയില്ലെങ്കിൽ നമുക്ക് കറുവപ്പട്ട അത് പൊടിച്ച് 2-3 കഷ്ണമായിട്ടിട്ട് തിളപ്പിക്കാം. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ചുക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇഞ്ചി ഇല്ലെങ്കിൽ. അങ്ങനെ ഒരു 5 മിനിറ്റ് നല്ലപോലെ തിളയ്ക്കട്ടെ. നമ്മൾ തിളച്ച് ഓഫ് ചെയ്തിട്ട് നാരങ്ങ നീര് ചേർക്കാവും. പിന്നെ മധുരം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ 1 കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഹണിയാണ് ചേർക്കുന്നതെങ്കിൽ തീ ഓഫ് ചെയ്ത് ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം വേണം ഹണി ചേർക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ്. നല്ലപോലെ തിളച്ചു. ഇനി ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം നാറാനായിട്ട്. ഓഫ് ചെയ്യുകയാണേ. നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പം വെള്ളം എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് വെള്ളം വേണ്ടെങ്കിൽ അതിനെ ഇരട്ടിയാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നാരങ്ങയുടെ പുളിപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട്, ഒരുപാട് കൂടിയാലും കുടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ മധുരം ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ കുറച്ച് ചേർക്കുക. എന്നിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റാം.
അങ്ങനെ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഹെർബൽ ടീ കുടിക്കാവുന്നതാണ്. ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഹണി അല്ലെ തേന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒഴിക്കാത്തതെന്ന് വെച്ചാൽ അപ്പോൾ കളർ ചേഞ്ച് ചെയ്യും. അപ്പം ആവശ്യമുള്ളതിനനുസരിച്ച് ഒഴിച്ച് കുടിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് കുടിച്ച് നമ്മുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുക. Now our herbal drink is ready. You can store it in a flask and sip it throughout the day. It will definitely improve your immunity. Thanks for watching our video. Bye bye.